പല വിധത്തിലുള്ള പേടികളും ഭയങ്ങളുമാണ് ഓരോരുത്തർക്കും. ഇതെല്ലാം ഞാൻ വിശദമായിട്ട് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. പല വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നമുക്ക് ഇതുവരെയും നമുക്ക് കിട്ടാത്ത ഒരു അനുഭവം ഈ ഒരു വീഡിയോയിലൂടെ പേടികൾ മാറ്റി കൃത്യമായിട്ട് എങ്ങനെ ഒരു വാഹനം ഓടിക്കാം, ഭയം കൂടാതെ എങ്ങനെ ഒരു വാഹനം ഓടിക്കാം എന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാകും. ഓടിച്ച് തന്നെ അത് കാണിച്ചത് പ്രത്യേകിച്ച് എല്ലാവർക്കും ഈ വലിയ വാഹനങ്ങൾ കാണുമ്പോഴാണ് ഈ പേടികളുണ്ടാകും. ആ വണ്ടി പോയി നമുക്ക് പോകേണ്ടത് അങ്ങോട്ടായതുകൊണ്ട് നമ്മളിപ്പം എന്ത് ചെയ്തു, നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് മാത്രമേ നോക്കാവൂ. അല്ല നമ്മൾ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കരുത്. കാരണം അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്ന ആ വണ്ടിയുടെ ഫ്രണ്ട് നമുക്ക് പേടി വരും കേട്ടോ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് നമ്മളൊരു വാഹനം റോഡിലൂടെ ഭയം കൂടാതെ എങ്ങനെ ഓടിക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. പലർക്കും പേടിയാണ്, ഭയമാണ് ഒരു വാഹനം റോഡിലൂടെ ഓടിക്കാൻ. അപ്പൊ എന്തെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്കൊരു വാഹനം റോഡിലൂടെ പേടി കൂടാതെ ഓടിക്കാം എന്നതിനെ പറ്റിയാണ്. പല വിധത്തിലുള്ള പേടികളും ഭയങ്ങളുമാണ് ഓരോരുത്തർക്കും. ഇതെല്ലാം ഞാൻ വിശദമായിട്ട് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. കാരണം പല വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും പല വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നമുക്ക് ഇതുവരെയും നമുക്ക് കിട്ടാത്ത ഒരു അനുഭവം, ഭയം കൂടാതെ എങ്ങനെ ഒരു വാഹനം ഓടിക്കാം എന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാകും. കൃത്യമായിട്ട് പേടി കൂടാതെ നിങ്ങൾക്ക് ഒരു വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു, ഇത് മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം നമുക്കൊരു ഷെയറിംഗ് ആണെന്നുള്ളത്. ഇതുപോലെ ലൈസൻസും വാഹനവും വീട്ടിലുണ്ടായിട്ടും പലരും പേടിച്ചിരിക്കുന്ന പലരും ഉണ്ട്. വാഹനം റോഡിലൂടെ ഓടിക്കാനുള്ള പേടി, പല വാഹനങ്ങൾ പേടി, പല വിഷയങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് ഞാൻ നിങ്ങളെ ഓടിച്ച് തന്നെ അത് കാണിച്ചു തരാം. നമ്മളൊരു വാഹനം എടുക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും എടുക്കുന്നതിന് വരെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യണം. നമുക്ക് എടുക്കുന്നതിന് വരെയുള്ള കാര്യങ്ങൾ കൃത്യമായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് വേണം. ഒരു മീൻകറി വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അതിനകത്ത് എന്തൊക്കെ അടങ്ങുന്നു എന്നുള്ളത് ആ ചേരുവ നമുക്ക് അതിനകത്ത് ചേർത്തില്ല, അതൊരു മീൻകറിക്ക് ടേസ്റ്റ് കുറയുമെന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു വാഹനം എടുക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. നമ്മുടെ കൈയും കാലും കൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടാണ് ഒരു വണ്ടി എടുക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായാൽ മാത്രമേ നമ്മളൊരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്തുള്ളൂ, നമുക്കൊരു വാഹനം റോഡിൽ ഓടിച്ചുകൊണ്ട് നമുക്ക് പല കാര്യങ്ങൾക്കായിട്ട് നിർത്തേണ്ടതുണ്ട്, എടുക്കേണ്ടതുണ്ട്, തിരിക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ സ്പീഡ് കൂട്ടേണ്ടതുണ്ട്, സ്പീഡിൽ പോകുന്ന വണ്ടി സ്ലോ ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും റിവേഴ്സ് എടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മിററിൽ നോക്കി നമുക്ക് റൈറ്റ് തിരിയാനുണ്ട്, ലെഫ്റ്റ് തിരിയാനുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, നമുക്ക് ഒരു വാഹനം പേടി കൂടാതെ നമുക്ക് റോഡിലൂടെ നമുക്ക് ഓടിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടു, ഫസ്റ്റ് ഗിയർ കൊടുത്തു, ഹാൻഡ് ബ്രേക്ക് മാറ്റി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റോഡിന്റെ സൈഡിലാണ് കിടക്കുന്നത്. നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകമായിട്ട് നോക്കേണ്ടത്, നമ്മൾ മിററിൽ നോക്കണം, റൈറ്റ് സൈഡിലെ മിററിൽ നോക്കണം. കാരണം ബാക്കിൽ നിന്ന് വരുന്ന വാഹനം നമ്മളെ ചേർന്നാണ് വരുന്നത്. കാരണം ആ ഒരു വാഹനം ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ പോകില്ല. കാരണം അത് ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തിന്റെ സൈഡാണ്. അപ്പം നമ്മളൊരു ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഒരു വാഹനം ആ വാഹനത്തെ ചേർന്ന് നമ്മുടെ ബാക്കിൽ നിന്ന് ഒരു വാഹനം വരത്തുള്ളൂ. അപ്പം നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റിയറിംഗ് എങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയില്ല, വീലൊക്കെ കൊണ്ട് തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഒരു വാഹനം ഉണ്ടോ ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമുക്ക് എടുക്കുകയാണെങ്കിൽ പേടിക്കേണ്ട കാര്യം വരുന്നില്ല. കാരണം നമ്മളൊരു മിററിൽ നോക്കി വണ്ടി ഉണ്ടേ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തില്ല, നമ്മൾ എടുക്കുന്നില്ല. അതേ സമയത്ത് ആ വണ്ടി ഇല്ലെങ്കിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ എടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ ആ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മളെ വീല് തിരിഞ്ഞിരിക്കുകയാണെങ്കിലും വണ്ടി ഇല്ലല്ലോ, നമുക്ക് പ്രശ്നം വരത്തില്ല. അപ്പൊ നമ്മൾ കൃത്യമായിട്ടും മിററിൽ നോക്കുന്നു, ഇൻഡിക്കേറ്ററോടെ കൊടുക്കുക, എടുക്കുക. അങ്ങനെ എടുക്കുന്ന സമയത്ത് ബ്രേക്കിൽ മാറി ക്ലച്ച് നമ്മൾ എടുക്കുന്നു. കേട്ടില്ല, ഞാൻ എടുത്തു, വാഹനം എടുത്തു. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വാഹനം നമ്മുടെ സൈഡിൽ തന്നെയാണോ എന്നാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഞാനിപ്പോ ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയറും കൊടുത്തു, എന്റെ സൈഡിൽ തന്നെ. കാരണം നമ്മുടെ വണ്ടിയിലായിരിക്കണം എപ്പോഴും നമ്മുടെ ശ്രദ്ധ നിൽക്കാൻ വേണ്ടിയിട്ട്. ഈ പലരും എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വീട്ടിലിരിക്കുമ്പോഴേ ഇതിന്റെ സ്ഥലത്തൂടെ പോകുന്ന കാര്യങ്ങളും ഇന്നടത്തൂടെ ചെല്ലുമ്പോൾ അവിടെ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഒരു വാഹനത്തിൽ പോലും കയറി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോലും പേടികൾ മാറാത്ത. നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൽ കയറിയിരുന്ന് എടുക്കുന്നിടം വരെയുള്ള കാര്യങ്ങൾ അങ്ങ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓടിച്ചോണ്ട് നമ്മൾ ചെയ്തോളൂ. അല്ലാതെ നമ്മൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഇന്നടത്തോടെ പോകുമ്പോൾ എന്ത് ചെയ്യണം, അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം, ഇന്നടത്തോട്ട് വണ്ടി വരുമ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനെയൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടാണ് നമ്മൾ ആ വണ്ടിയെ കയറാനുള്ള പേടികൾ മാറാത്തത്. അപ്പം നമ്മുടെ വണ്ടിയിലെ കാര്യങ്ങളെല്ലാം ചെയ്താൽ നമ്മുടെ വാഹനത്തിലോട്ട് കയറിയിരുന്ന എല്ലാം കാര്യം ചെയ്ത് നമ്മൾ സൈഡ് നമുക്ക് റോഡിന്റെ ലൈസൻസ് തന്നിരിക്കുന്ന റോഡിന്റെ ലെഫ്റ്റ് സൈഡാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർത്ത് ചെയ്യാം വാഹനം ഓടിക്കും. ഇപ്പൊ ഏതൊരു റോഡിലോട്ട് പോകണമെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സൈഡിൽ നിന്ന് വണ്ടി മാറാതെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക.
അതുപോലെ തന്നെ ഈ ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകരുത്, ഈ ആളിലേക്ക് ശ്രദ്ധ പോകരുത്. അപ്പൊ നമുക്ക് ഒരു ആളൊക്കെ റോഡിന്റെ വെളിയിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ പിന്നെ ആളിനെ ശ്രദ്ധിക്കരുത്. ടാറുള്ള റോഡിൽ കൂടെയാണ് ഇങ്ങനെ വാഹനം ഓടിക്കുന്നത്. അപ്പം നമ്മുടെ വാഹനം ആ ടാർ റോഡിൽ തന്നെയാണ്, ഉറപ്പുവരുത്തുക നമ്മുടെ സൈഡിൽ തന്നെയാണെന്നുള്ളത്. നമ്മുടെ ശ്രദ്ധ എപ്പോഴും നമ്മുടെ വാഹനത്തിൽ തന്നെ ആയിരിക്കും. നമ്മൾ ഇപ്പൊ ഇവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിലെ കാര്യം ഓർത്തുകൊണ്ട് എന്ത് ചെയ്യരുത്, നമ്മൾ ഓടിക്കരുത്. അവിടെ വരുമ്പോൾ 4 കോടി ജംഗ്ഷൻ ഉണ്ട്, അവിടെ സിഗ്നലാണ്, അല്ലെങ്കിൽ അവിടെ തിരക്കാണ്. ഇത് ഓർത്തുകൊണ്ട് എന്ത് ചെയ്യരുത്, നമ്മൾ ഓടിക്കരുത്. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തെ കാര്യങ്ങൾ മാത്രം, അവിടെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ അത് മാത്രം. എനിക്കിപ്പം റൈറ്റിലേക്ക് കയറണം, ഞാൻ എന്ത് ചെയ്തു, വാഹനം സ്ലോ ചെയ്തു, സെക്കൻഡ് ഗിയർ എടുത്തു, നമ്മുടെ സൈഡ് തന്നെ ചേർത്ത് കൊണ്ടു. കാരണം എനിക്ക് വാഹനം ബാക്ക് നോക്കാനുണ്ട്. അപ്പൊ നമ്മൾ ബാക്ക് നോക്കും, നമ്മൾ തിരിഞ്ഞല്ല, നമ്മളെ മിററിൽ കറക്റ്റായിട്ട് നമ്മൾ മിററൊക്കെ, അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് നമ്മുടെ മിററുകളൊക്കെ ക്ലിയർ ചെയ്ത് വെക്കണം എന്നുള്ളത്. കാരണം നമ്മുടെ മിറർ വേറെ രീതിയിലായിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ മിററിൽ നോക്കുമ്പോൾ നമുക്ക് പെടലി പൊക്കി നോക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നോക്കേണ്ടി വരും, നമുക്ക് വേദനകളുണ്ടാകും. അപ്പൊ നമ്മുടെ ഇരിക്കുന്ന ഇരിപ്പിനനുസരിച്ച് തന്നെ നമ്മുടെ മിറർ ക്ലിയർ ആണെന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിൽ നിന്ന് വരുന്ന എല്ലാം നമുക്ക് കാണാം. ഞാനിപ്പോൾ നമ്മുടെ സൈഡിൽ തന്നെ ആയതുകൊണ്ട് ഞാൻ വാഹനം നിർത്തി ഫസ്റ്റ് ഗിയർ കൊടുത്തു. ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ബാക്കിൽ നിന്ന് വാഹനം വരുന്നത് കൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വെപ്രാളം പിടിച്ചോ തിരുതി വെച്ചോ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു വാഹനത്തിൽ കയറാം. എനിക്ക് റൈറ്റിലോട്ടാണല്ലോ പോകുന്നത്. ഇപ്പൊ ബാക്കിലെ വാഹനം എനിക്ക് വേണ്ടിയിട്ട് നിർത്തി തന്നു. ഞാനിപ്പോൾ എന്ത് ചെയ്തു, ഇൻഡിക്കേറ്ററോടെ കൊടുത്തിട്ട് ഫ്രണ്ടിലത്തെ വാഹനത്തെ നോക്കി, ഇതാണല്ലേ ഫ്രണ്ടിലെ ഒരു വാഹനമുണ്ട്, ഞാൻ അതുകൊണ്ട് ഈ ബാക്കിലെ വാഹനം നിർത്തിയേക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ പകുതി കയറ്റി കണ്ട. എന്നിട്ട് ഈ ഫ്രണ്ടിലത്തെ വാഹനം കൂടെ എനിക്ക് കയറി പോകാൻ ആ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ആ സൈഡിലേക്കൊക്കെ തിരിച്ചു. എന്നിട്ട് നമ്മുടെ ഈ ഭാഗം, നമ്മുടെ സൈഡ് ഏതാണ്, ഈ ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗത്തുനിന്ന് വണ്ടി പോകാതെ ഈ ഒരു ഭാഗത്തേക്ക് തന്നെ വണ്ടി അടുപ്പിച്ചു കേട്ടോ. കാരണം നമ്മളിപ്പോൾ വണ്ടി റൈറ്റിലേക്ക് തിരിച്ചുകൊണ്ട് വണ്ടി എങ്ങോട്ട് പോയായിരുന്നു, റൈറ്റ് സൈഡിലേക്ക് പോയായിരുന്നു. അപ്പം ആ റൈറ്റ് സൈഡിലേക്ക് പോകാതെ തന്നെ ഈ വാഹനം ഈ ഒരു റോഡിലേക്ക് കയറിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വീലിനെ നിവർത്തി. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് പോരാൻ കഴിയുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഒരു സർവീസ് റോഡിൽ നിന്ന് ഒരു മെയിൻ റോഡിൽ ഇറങ്ങുന്ന സമയത്ത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് വെപ്രാളം പിടിച്ച് നമുക്ക് റൈറ്റോട്ടാണല്ലോ പോകേണ്ട, നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു വണ്ടി ഓടിക്കരുത്. നമ്മൾ ഈ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് നമ്മുടെ ഷോൾഡർ ചേച്ചി 2 ഭാഗത്ത് കാണത്തക്ക പോലെ കൊണ്ടുവന്ന് വണ്ടി നിർത്തുക. നമ്മളെ ഇങ്ങനെയുള്ള ടീ റോഡുകളിൽ വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ സീറ്റൊന്നും ഇങ്ങനെ എഴുന്നേറ്റ് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ഷോൾഡർ ചേച്ചി 2 സൈഡിലും ഇതേപോലെ ഒരുപോലെ നമുക്ക് അവിടെ നിന്നും കാണണം, ഇവിടെ നിന്നും കാണണം. ഇതേപോലെ കൊണ്ട് നമ്മൾ നിർത്തിയതിനു ശേഷം നമ്മൾ 100% വണ്ടിയില്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യും, ഒരു വണ്ടി എടുക്കാം. അല്ല നമ്മൾ ഏതൊരു ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ പെട്ടെന്ന് തിരുത്തി വെച്ച് വെപ്രാളം പിടിച്ചെടുക്കരുത്. കാരണം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് നമുക്ക് റൈറ്റോട്ട് പോകേണ്ടതുകൊണ്ട് നമ്മൾ ഈ ഭാഗത്തായിരിക്കും കൂടുതൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വണ്ടികൾ വരുമ്പോൾ നമുക്കൊരു പേടി തോന്നും. അപ്പൊ നമുക്ക് 2 സൈഡിലെ വണ്ടിയില്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, നമുക്ക് പോകേണ്ട ആ റോഡിന് നമ്മൾ ആ സൈഡിലേക്ക് എന്ത് ചെയ്യാവും, വാഹനം എടുക്കാവും. ഇപ്പൊ ഞാനിപ്പോ അവിടുന്ന് വണ്ടി വരുന്നുണ്ട്, ഞാൻ അതുകൊണ്ട് എടുക്കുന്നില്ല. ഇത് കണ്ടില്ലേ, അവിടുന്ന് വണ്ടി വരുന്നുണ്ട്, അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തുനിന്നും വണ്ടികൾ വരുന്നുണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു ഭാഗത്തെ വണ്ടികളില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ ആ ഭാഗത്തേക്ക് നോക്കി. അപ്പൊ നമ്മള് ഈ 2 ഭാഗത്തും വണ്ടിയില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാവും, വണ്ടികൾ എടുക്കാവൂ. അല്ല നമ്മൾ തിരുതി വെച്ച് ഒരു ഭാഗത്ത് വണ്ടികളില്ല, ഒരു ഭാഗത്തുനിന്ന് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇങ്ങനെ ഭാഗത്ത് വണ്ടി വരാം. അപ്പൊ നമ്മൾ പേടിച്ചെന്ത് ചെയ്യും, അവിടുത്തെ വണ്ടികളെ കണ്ടുകൊണ്ട് അങ്ങോട്ട് നോക്കിയിരിക്കും. നമ്മുടെ വണ്ടി ആക്സിലേറ്ററിലാണോ കാല് കൊടുക്കുന്നത്, ബ്രേക്കിലാണോ കാലിരിക്കണത്, ക്ലച്ചിലാണോ കാലിരിക്കണത്, നമ്മൾ ശ്രദ്ധിക്കാൻ എന്ത് ചെയ്യും, നമ്മൾ വണ്ടി എടുത്ത്. ഇപ്പൊ കണ്ടില്ല, ഞാൻ 2 സൈഡിലും വണ്ടിയില്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമുക്ക് പോകേണ്ട നമ്മുടെ ആ സൈഡിലേക്ക് തന്നെ എന്ത് ചെയ്ത് വണ്ടിയെ കൊണ്ടുവന്നു ആ ഭാഗത്തേക്കാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് നമുക്ക് തിരിക്കേണ്ടി വന്നില്ല. നിങ്ങളിപ്പം ഇത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു എത്രയാണ് സ്റ്റിയറിംഗ് തിരിച്ചെന്നുള്ളത്. അപ്പൊ ഏത് റോഡിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഭാഗത്തേക്ക് മാത്രം എന്ത് ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കുക. ഇത് കണ്ടില്ല, ഫ്രണ്ടിൽ ഒരു വാഹനമുണ്ട്. അപ്പൊ നമ്മൾ അഡ്വാൻസ് തന്നെ എന്ത് ചെയ്തു, ക്ലച്ച് ബ്രേക്കോടെ ചവിട്ടി സ്ലോ ചെയ്ത് കൊടുക്കുക. അവിടെ നമുക്ക് റോഡിന് നടക്കുക, അവിടെ ഒരു കാരണവശാലും നമ്മൾ വണ്ടി നിർത്തരുത്. നമുക്ക് അതുപോലെ സാഹചര്യം നമുക്ക് പോകാൻ ഗ്യാപ്പില്ലെങ്കിൽ മാത്രമേ എന്ത് ചെയ്യൂ, നമ്മളൊരു വാഹനം നിർത്തി കൊടുക്കാവൂ. അല്ലാതെ നമ്മളൊരു വാഹനം എന്ത് ചെയ്യരുത്, നമ്മളെ റോഡിന്റെ സെന്ററിലായിട്ട് ഇങ്ങനെ പെട്ടെന്ന് വാഹനം, നമ്മുടെ ബാക്കിലെ വാഹനം നമ്മുടെ ബാക്കിൽ നമ്മുടെ ആ ഒരു സ്പീഡിൽ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ എന്ത് ചെയ്യരുത്, പെട്ടെന്ന് ബാക്കി ശ്രദ്ധിക്കാതെ ഒരു വാഹനം പെട്ടെന്ന് റോഡിൽ തന്നെ പെട്ടെന്ന് ബ്രേക്ക് ഓട്ടി നിർത്തരുത്. അപ്പൊ നമ്മൾ ബാക്കിലൂടെ ശ്രദ്ധിക്കണം നിർത്തുന്ന സമയത്ത്. ഇപ്പൊ എനിക്ക് ലെഫ്റ്റ് ആണ് പോകേണ്ടത്, എന്ത് ചെയ്യണം, നമ്മൾ ആ ലെഫ്റ്റിലെ ഭാഗത്തേക്ക് നോക്കി നമ്മുടെ ആ റോഡ് കാണുന്നതിനനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യാവൂ, സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കാവൂ. അല്ല നമുക്ക് ആ ലെഫ്റ്റ് സൈഡ് കാണാതെ തിരിക്കുകയും ചെയ്യരുത്. ആ റോഡിൽ നിന്ന് എന്തെങ്കിലും വരുന്നത് എന്താണ്, വണ്ടികളുണ്ടോ ആളുകളുണ്ടോ എന്ന് നോക്കി നമുക്കത് കാണത്തക്ക പോലെ നമ്മുടെ സീറ്റ് ഇരുന്നുകൊണ്ട് നമ്മൾ അത് നോക്കുമ്പോൾ കാണത്തക്ക പോലെ ആകുമ്പോഴേ തൊട്ട് എന്ത് ചെയ്യും, നമ്മൾ ആ ഭാഗത്തേക്ക് തിരിച്ചു കൊടുക്കാവൂ. അല്ല നമ്മൾ അവിടുന്ന് വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, ഈ റോഡ് കാണുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക, ലെഫ്റ്റിലോട്ടാണല്ലോ പോകേണ്ടതെന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചു കൊടുക്കരുത്. അപ്പൊ ഏത് റോഡാണെങ്കിലും നമ്മൾ നമ്മുടെ ആ ഒരു ഭാഗത്തൂടെ മാത്രം നമ്മുടെ ഫ്രണ്ടിലേക്ക് തന്നെ നമ്മുടെ കണ്ണിരിക്കുക. പിന്നെ പലരും ശ്രദ്ധിക്കുന്ന എങ്ങോട്ടാന്ന് വെച്ചാൽ, എപ്പോഴും ഒരു വണ്ടി എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിൽ ഒരു വണ്ടി ഓൺ അടിച്ചാൽ അവർക്ക് പേടിയാണ്. അത് ശ്രദ്ധിച്ചോണ്ടിരിക്കുക. ഈ ബാക്കിൽ ഓൺ അടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇവർ വിചാരിക്കുന്നത് ഇവരുടെ വണ്ടി പതിയാണല്ലോ വണ്ടി പോകുന്നത്,
അപ്പൊ എന്ത് ചെയ്യും, ഇവരെ കാലെവിടെ നിന്ന് ഇരിക്കുന്നതെന്ന് അറിയാതെ പെട്ടെന്ന് ആക്സിലേറ്റർ കൂടുതൽ കൊടുക്കാൻ ശ്രമിക്കും. നിങ്ങൾ ഒരു കാരണവശാലും അങ്ങനെ എന്ത് ചെയ്യരുത്, നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങൾ മുൻപോട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പൊ നിങ്ങളെ മുന്നിലോട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാവൂ. നമ്മൾ ബാക്കിലൊരു വാഹനം ഓടിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്തത്, ബാക്കിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കരുത്. എപ്പോഴും നമ്മൾ മുന്നോട്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അവർക്ക് ഗ്യാപ്പ് ഉള്ളപ്പോൾ അവർ കയറി പൊക്കോളും. അപ്പൊ നമ്മളൊരു കാരണവശാലും ലെഫ്റ്റ് സൈഡിൽ കൂടെ ആണ് നമുക്ക് വണ്ടി ഓടിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരുപാട് ഗ്യാപ്പ് ഇട്ട് അധികം എന്ത് ചെയ്യരുത്, സെന്ററിലേക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കരുത്. നമ്മുടെ ആ ഭാഗത്ത് തന്നെ ചേർന്ന് ഓടി കഴിഞ്ഞാൽ നമുക്ക് പേടിക്കാതെ തന്നെ നമുക്ക് ഓടിക്കാം. അവർക്ക് ഗ്യാപ്പ് കിട്ടുന്നതിനനുസരിച്ച് അവരെന്ത് ചെയ്യും, ഓവർടേക്ക് ചെയ്ത് കയറി പൊക്കോളും. അല്ലാതെ ഒരു വണ്ടിയുടെ ഓൾറെഡി കേട്ടോണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, വെപ്രാളം പിടിച്ച് ധൃതി വെച്ച് നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു വണ്ടി നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് ചിലപ്പോൾ പോസ്റ്റുകൾ കാണാം, ചിലപ്പോൾ കുഴിയായിരിക്കും, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കാലെവിടെ ആയിരിക്കും നമ്മൾ ശ്രദ്ധിക്കാതെ ആക്സിലേറ്റർ കൊടുത്തു സ്പീഡ് ചിലർ കൂട്ടി കൊടുക്കും. അങ്ങനൊന്നും ചെയ്ത് കളയരുത്. നമ്മുടെ ആ ഒരു ഭാഗത്ത് തന്നെ നമ്മൾ ഒരു കാരണവശാലും സ്പീഡിൽ വണ്ടി ഓടിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല. നമ്മൾ ഓടിച്ച് നമ്മൾ കൈയും കാലും ബാലൻസ് ആകുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന സ്പീഡ് ആക്കുന്നുണ്ട്. അതായത് സ്പീഡിൽ ആരും ഓടിക്കാനൊന്നും പഠിപ്പിക്കൊന്നും വേണ്ട. നമുക്കിപ്പോൾ പലരും തുടക്കക്കാർക്കൊക്കെ അവർക്ക് കറക്റ്റായിട്ട് അവരുടെ സ്പീഡുകൾ കറക്റ്റായിട്ട് മനസ്സിലാകും. വഴക്കം വരുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, സ്പീഡിൽ അവർ ഓടിച്ചോളും. എന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് പേടിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് മാറി വരത്തുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടപ്പോൾ നല്ലൊരു കോൺഫിഡന്റ് കിട്ടി. എങ്കിലും തനിയെ എടുക്കാൻ ഒരു പേടി അങ്ങനെയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറായ 8606190693 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് 1-2 പേരുടെ പ്രാക്ടീസിന് പോയി, എനിക്കൊരു കോൺഫിഡൻസ്, അതുകൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മടിച്ചിരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ വീട്ടുകാർ മടിപ്പിക്കുന്നവരുണ്ട്, നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, കാരണം ഞാൻ പോയിട്ട് തന്നെ പറ്റിയില്ല, അപ്പൊ നിന്നെ കൊണ്ട് ഒട്ടുമേ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടിപ്പിക്കുന്നവരുണ്ട്. ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങൾ ഏത് പ്രായമുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളിനെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം 85 വയസ്സുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും എല്ലാം വാഹനം ഓടിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ? അപ്പം നിങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾ ഏത് ജില്ലയിലും നമ്മുടെ ഓഫീസിൽ വിളിച്ചാൽ പോലും ആരോടും ചോദിക്കാറില്ല നിങ്ങൾ എത്ര നാളായി ലൈസൻസ് എടുത്തിട്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ വാഹനം ഏതാണ്, ഇപ്പൊ എത്ര വയസ്സായി, ഈ ഒരു കാര്യങ്ങളൊന്നും ചോദിക്കില്ല. കാരണം ഇതിനകത്തൊന്നും ഈ ഒരു കാര്യങ്ങളൊന്നും ബാധകമല്ല. അപ്പൊ നിങ്ങൾക്ക് ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾ എന്റെ ജില്ലയിലാണ്, നിങ്ങൾക്ക് സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നത്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഏത് റോഡിൽ കൂടെ പോയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ലെഫ്റ്റിലോട്ടാകാം, റൈറ്റിലോട്ടാകാം, അതുപോലെ തന്നെ സ്ട്രെയിറ്റ്, 4 കൂടി റോഡിൽ നിന്ന് സ്ട്രെയിറ്റ് ആകാം. ഏത് റോഡിലോട്ട് പോകണമെങ്കിലും ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കാതെ നമ്മുടെ വാഹനത്തിൽ എന്താണ് ചെയ്യേണ്ടത് അത് മാത്രം ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ ഓരോ ഗിയറുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിപ്പോ എല്ലാ ഗിയറും ഇട്ടുവന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെർഫെക്റ്റ് ആണോ എന്നില്ല. നമ്മളിപ്പം 1ാമത്തെ ഗിയറിലും 2ാമത്തെ ഗിയറിലും നമ്മൾ ഓടിച്ച കൈക്കും കാലിലും വഴക്കം വരുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ 3ാമത്തെ ഗിയർ ഇട്ടോളൂ. അല്ലാതെ നമ്മൾ ഇപ്പൊ ഇവിടെ 4ാമത്തെ ഗിയർ ആണല്ലോ ഉണ്ടത്, ഇവിടെ 5ാമത്തെ ഗിയർ ആണല്ലോ ഇടേണ്ടത്, ഇങ്ങനെ ഓർത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, എപ്പോഴും ധൃതി വെച്ചുകൊണ്ട് ഓടിക്കരുത്. നമ്മുടെ റോഡിന് ആനുപാതികമായിട്ട് നമുക്ക് റോഡിനനുസരിച്ചാണ് നമ്മൾ ഓരോ ഗിയറുകൾ ഇടുന്നത്. അല്ലാതെ ഇന്നടത്ത് ഇന്ന ഗിയർ എന്ന് പറഞ്ഞുകൊണ്ടൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഇതുവഴി ഒരു 3rd ഗിയറിൽ ഓടിക്കുന്നു എന്ന് കരുതി ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ എനിക്ക് 3rd ഗിയറിൽ ഓടിക്കാൻ കഴിയണമെന്നില്ല. കാരണം ചിലപ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാകാം, ചിലപ്പോൾ വണ്ടികൾ ഉണ്ടാകാം, ചിലപ്പോൾ ആരെങ്കിലും റോഡിന് ക്രോസ് കടക്കാം. അപ്പൊ നമുക്ക് ഇന്ന റോഡിൽ കൂടെ ഇന്ന ഗിയർ എന്ന് പറഞ്ഞുകൊണ്ടില്ല. നമ്മളിപ്പം ഏത് റോഡിലേക്ക് പോകണമെങ്കിലും ഇപ്പൊ പലർക്കും ഈ ടേണുകൾ തിരിയുന്ന സമയത്തും ലെഫ്റ്റ് തിരിയുന്ന സമയത്തും റൈറ്റ് തിരിയുന്ന സമയത്തൊക്കെയാണ് കൂടുതലായിട്ടും പേടി ഉണ്ടാകുന്നത്. ഇതുപോലെ സ്ട്രെയിറ്റ് റോഡുകളിലോ തിരക്കില്ലാത്ത റോഡിലോ വലിയ പ്രശ്നം വരത്തില്ല. അതുപോലെ തന്നെ ആളുകൾ കൂടുതലുള്ളിടത്ത്, വാഹനങ്ങൾ കൂടുതലുള്ളിടത്ത്, ഇങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മളൊരു കാരണവശാലും എന്ത് ചെയ്യരുത്, നമ്മുടെ റോഡിൽ ഇപ്പം ഒരാള് റോഡിൽ ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ കൂടെ നടന്നു വന്നാൽ ആ ആളിന്റെ അപ്പുറത്തൂടെ നമുക്ക് പോകാൻ കഴിയില്ല. കാരണം ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഈ ലെഫ്റ്റ് സൈഡിൽ ഇത് ഇരിക്കുന്ന ആ കടയുടെ ആ സൈഡിൽ ഇരിക്കുന്നു. അപ്പൊ നമ്മൾ അങ്ങോട്ട് നോക്കി അതിന്റെ അപ്പുറത്തൂടെ അല്ല നമുക്ക് പോകണം. നമ്മുടെ റോഡ് എവിടെയാ, നമുക്ക് ഈ ഭാഗത്താണ്. അപ്പൊ നമ്മുടെ ഈ ഭാഗത്തൂടെ നമ്മുടെ വണ്ടിയെ കൊണ്ടുപോകാൻ കഴിയുമ്പോൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പൊ അവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് വാഹനവും വരുന്നുണ്ട്, ലെഫ്റ്റ് സൈഡിൽ കൂടെ ആള് വരുന്നുണ്ട്. നമുക്ക് അപ്പുറത്തോടെ അല്ല പോകണം, ആളിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഇപ്പുറത്തോടെ നമ്മുടെ തോടെ. അപ്പൊ ആളിനെ ശ്രദ്ധിക്കുക, ഇപ്പുറത്തോടെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഇപ്പുറത്തോടാണോ അത് മാത്രം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വാഹനം, അതുപോലെ ഓപ്പോസിറ്റ് ഒരു വാഹനം വരികയാണെങ്കിൽ നമുക്ക് അതിന്റെ ഉള്ളിൽ കൂടെ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാവൂ. അല്ലാതെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഒരു വാഹനത്തെ മാത്രം ശ്രദ്ധിച്ചാൽ എന്ത് ചെയ്തില്ല, നമുക്ക് കൃത്യമായിട്ട് ഒരു വണ്ടി ജഡ്ജ് ചെയ്തുകൊണ്ട് നമുക്ക് അതിന്റെ ഉള്ളിൽ കൂടെ കറക്റ്റായിട്ട് പോകാൻ കഴിയില്ല. എന്നാലും കൂടി ആ റോഡാണ് ഇവിടെ വരുന്നത്, നമുക്ക് സ്ട്രെയിറ്റ് ആണ് പോകേണ്ടത്. എന്ത് ചെയ്യാം, നമ്മളിപ്പോ ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് 2 സൈഡിൽ നമ്മൾ ഇങ്ങനെ നമ്മൾ കയറി ചെല്ലുന്തോറും നമുക്ക് അവിടെ ഉള്ള വാഹനങ്ങൾ വരുന്നത് കാണാം. കണ്ട
അല്ല നമ്മൾ അവിടെ നിർത്തിക്കൊണ്ട് അതിന് മുമ്പ് അഡ്വാൻസ് ആയിട്ട് നിർത്തിക്കൊണ്ട് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണ്ട. നമ്മൾ കയറി പൊക്കോണ്ടിരിക്കുന്നവർ നമുക്ക് രണ്ട് സൈഡിൽ വാഹനങ്ങളുണ്ടോ ഇല്ലെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് നേരെയാണ് പോകേണ്ടത്. അപ്പൊ നമുക്ക് പോകേണ്ട റോഡിലേക്ക് നമ്മുടെ കണ്ണുകൊണ്ടിരുന്നാൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നവരും ഈ ഭാഗത്തുനിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന വണ്ടിയോ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു വണ്ടി വന്നാലും നമുക്ക് കയറിക്കൊണ്ടിരിക്കുന്നവർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമ്മളൊരു ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും മാത്രം നമുക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഒരു വാഹനം സ്പീഡ് കുറയുന്നതിനനുസരിച്ച് നമ്മുടെ വണ്ടിക്കകത്ത് തന്നെ നമ്മുടെ ശ്രദ്ധ നിന്നാൽ മതി. അല്ലാതെ നമുക്ക് ഇവിടെ പേടിയല്ല മുന്നേ കൊണ്ടുവരേണ്ടത്. അപ്പം നമ്മുടെ വാഹനത്തിൽ ഇപ്പം എന്റെ ഗിയർ ഇന്നതാണ്, അപ്പൊ എനിക്ക് ഈ ഒരു ഗിയറിൽ പോകാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വണ്ടിയിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ തന്നെ. നമ്മുടെ ഗിയറുകൾ, നമ്മുടെ കാലിരിക്കുന്നത് എവിടെ, കൈ ഇരിക്കുന്നത് എവിടെ, നമ്മുടെ വാഹനം ഏത് സൈഡിൽ കൂടെ പോകുന്നു, ഇത് കൃത്യമായിട്ട് നമ്മൾ ഓരോന്ന് മനസ്സിലാക്കി നമ്മൾ ഒരാഴ്ച നമ്മൾ ക്ലിയറായിട്ട് നമ്മൾ തനിയെ ചെയ്തു കഴിഞ്ഞാൽ പേടികളെല്ലാം മാറി വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, നമുക്കൊരു റോഡിലൂടെ ഭയം കൂടാതെ ഒരു വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ്. കണ്ടില്ലേ, നമ്മളിപ്പോ ആ വണ്ടി ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റോട്ട് തിരിഞ്ഞു. അപ്പൊ നമ്മളൊരു കാരണവശാലും അവിടെ കിടന്ന് മറ്റേ ബാക്കി കിടന്ന് ഓണടിക്കാൻ ശ്രമിക്കരുത്. നമുക്കപ്പോൾ സ്ട്രൈറ്റ് ആണ് പോകേണ്ടത്. നമ്മൾ അതിന്റെ ലെഫ്റ്റിലേക്ക് നോക്കാവൂ. അപ്പൊ ഒരു ഇൻഡിക്കേറ്റർ ഇട്ടിട്ടൊരു വണ്ടി റൈറ്റിലേക്ക് നമ്മുടെ ഫ്രണ്ടിൽ കിടന്നു, ഇൻഡിക്കേറ്റർ ഇട്ടു, അത് റൈറ്റിലേക്ക് പോകാനാണ് നമ്മൾ മനസ്സിലാക്കുക. എന്ത് ചെയ്യാം, നമ്മൾ ലെഫ്റ്റ് സൈഡിലെ മിററിൽ നോക്കിക്കൊണ്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് ആക്കാനാണ് ശ്രമിക്കുക. അല്ലാതെ നമ്മുടെ ഓവർടേക്ക് നമുക്ക് റൈറ്റ് സൈഡിൽ കൂടെ ആണെന്ന് പറഞ്ഞാലും നമ്മൾ വീണ്ടും ഫോൺ അടിച്ചുകൊണ്ട് എന്ത് ചെയ്യരുത്, നമുക്ക് മുന്നേ പോകാൻ നമ്മൾ ശ്രമിക്കുന്നത്. അവരങ്ങോട്ട് പോയിട്ട് ശേഷം അവരങ്ങോട്ട് കയറുന്നതനുസരിച്ച് നമുക്ക് ലെഫ്റ്റ് സൈഡ് ഗ്യാപ്പ് കിട്ടും. നമ്മളപ്പം ഈ മിറർ, കാരണം നമ്മൾ ഇപ്പോൾ ആ വണ്ടി ഓവർടേക്ക് ചെയ്തു കയറിയ സമയത്ത് നമ്മൾ എന്ത് ചെയ്യരുത്, പെട്ടെന്ന് ലെഫ്റ്റിലേക്ക് പിടിക്കരുത്. കാരണം ബാക്കിൽ നിന്ന് വണ്ടി നമ്മൾ ചിലപ്പം ആ വണ്ടി അങ്ങോട്ട് കയറുന്നതനുസരിച്ച് നമ്മൾ ചിലപ്പോൾ സെന്ററിലായിരിക്കും നമ്മുടെ വാഹനം. അപ്പം എന്ത് ചെയ്യും, ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിക്ക് ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പെട്ടെന്ന്, പ്രത്യേകിച്ച് ഒരു ബൈക്കിനൊക്കെ ടൂ വീലിനൊക്കെ സ്വല്പം സ്ഥലം മതി. അപ്പൊ നമ്മൾ സ്വല്പം ഗ്യാപ്പിലൂടെയാണ് കിടക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, അവർ ആ ഗ്യാപ്പിലൂടെ കയറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ മിററിൽ നോക്കാതെ എന്ത് ചെയ്യരുത്, നമ്മൾ ലെഫ്റ്റിലേക്ക് പിടിക്കരുത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും വന്ന് പറയാനുള്ള കാരണം, നമ്മുടെ സീറ്റ് മിറർ, കാരണം നമ്മുടെ ഈ ഇരിപ്പിനനുസരിച്ച് തന്നെ നമ്മുടെ മിറർ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഒരു നോട്ടം മതി. ഒരു വണ്ടി ലെഫ്റ്റിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ റൈറ്റിലോട്ടൊരു നോട്ടം മതി. റൈറ്റിൽ നിന്ന് വണ്ടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് വണ്ടിക്ക് ഉള്ളിൽ ഇരുന്ന് നമുക്ക് സീറ്റിൽ തന്നെ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ മിററുകൾ വേറെ രീതിയിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് കൃത്യമായിട്ട് ഒരു വണ്ടി വരുന്നതൊന്നും കാണാൻ പറ്റില്ല, നമുക്ക് പേടികളുണ്ടാകും. അപ്പൊ നമ്മുടെ ഇരിക്കുന്ന ഇരിപ്പും സീറ്റും ഒക്കെ നമ്മുടെ വാഹനത്തിനുള്ളിലെ കാര്യങ്ങളെല്ലാം കൃത്യമാക്കി ചെയ്ത് നമുക്ക് ചെയ്യേണ്ടതുപോലെ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ റൈറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ റൈറ്റ് സൈഡിൽ നോക്കി വാഹനമില്ലാന്ന് ഉറപ്പ് വരുത്തി എന്ത് ചെയ്യണം, ഇൻഡിക്കേറ്ററും കൊടുത്ത് നമ്മുടെ മിററിനകത്താണ് മെയിനായിട്ട് നോക്കേണ്ടത്. മിററിൽ നോക്കി വാഹനമില്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, നിങ്ങൾ റൈറ്റിലേക്കും തിരിയാവും. അല്ല നമ്മൾ ഒരു കാരണവശാലും നിങ്ങളിപ്പം ഒരു 5 മിനിറ്റ് കൊണ്ട് പോകേണ്ടത് നമ്മൾക്ക് എല്ലാവരും 5 മിനിറ്റ് കൊണ്ട് പോകുന്നു എന്ന് വെച്ചോണ്ട് നിങ്ങളും 5 മിനിറ്റ് കൊണ്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കരുത്. നമ്മൾ സമയമെടുത്ത് തന്നെ വേണം എന്ത് ചെയ്യാൻ, ഓരോന്നും ചെയ്യാൻ. നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കി നമുക്കൊരു ചിലപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട ചിലപ്പോൾ ഒരു 15-20 മിനിറ്റ് എടുത്തെന്ന് പറഞ്ഞാലും നമ്മൾ ആ സമയം എടുത്ത് തെറ്റുകൾ മനസ്സിലാക്കി ചെയ്താലേ എന്ത് ചെയ്തുള്ളൂ, ഭയങ്ങൾ തനിയെ മാറി നമുക്ക് പേടി കൂടാതെ എന്ത് ചെയ്തുള്ളൂ, റോഡിലൂടെ ഒരു വാഹനം ഓടിക്കാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഇതുപോലെ ബസ്സുകളൊക്കെ വരുമ്പോൾ ഒരു കാരണവശാലും, പ്രത്യേകിച്ച് എല്ലാവർക്കും ഈ വലിയ വാഹനങ്ങൾ കാണുമ്പോഴാണ് ഈ പേടികൾ ഉണ്ടാകുന്നത്. ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, വലിയ വാഹനത്തിലൂടെ നിങ്ങൾ നോക്കിക്കൊണ്ട് നിങ്ങളൊരു വാഹനം ഡ്രൈവ് ചെയ്യരുത്. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് റൈറ്റിലേക്കാണ് പോകേണ്ടത്. എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഒരു സെന്റർ ഭാഗത്തേക്ക് ഇങ്ങനെ വന്നതിന് ശേഷം നമ്മൾ ആ ഫ്രണ്ടിലത്തെ വാഹനത്തെ മാത്രം ശ്രദ്ധിക്കുക. നമ്മൾ ഇങ്ങനെ റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ എടുക്കരുത്. കാരണം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക നമുക്ക് പേടികളുണ്ടാകും. അപ്പം നമ്മുടെ വണ്ടി ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കപ്പം വണ്ടി എങ്ങോട്ടാണ്, ഫ്രണ്ട് ഭാഗം എങ്ങോട്ടാണ് പോകുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മൾ ഈ ഫ്രണ്ടിലേക്ക് തന്നെ എന്ത് ചെയ്യാം, നോക്കിയാവും. നമുക്ക് ഇങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാലും നമ്മുടെ വാഹനത്തിനുള്ളിലേക്ക് എന്തെങ്കിലും ഈ ഭാഗത്തുനിന്ന് വരുന്നതായിട്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ. ഇപ്പൊ ആ വണ്ടി പോയി നമുക്ക് പോകേണ്ടത് അങ്ങോട്ടായതുകൊണ്ട് നമ്മളിപ്പോ എന്ത് ചെയ്തു, നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് മാത്രമേ നോക്കാവൂ. അല്ല നമ്മൾ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കരുത്. കാരണം അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്ന ആ വണ്ടിയുടെ ഫ്രണ്ട് നമുക്ക് പേടി വരും കേട്ടോ. നമ്മുടെ ഇതിനകത്തോട്ടൊന്നും ആ വണ്ടി ആയിട്ടില്ല. അപ്പൊ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല, ബാക്കി നിന്ന് വണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് നമ്മുടെ സൈഡിലേക്ക് തന്നെ വരുന്നു, കണ്ടില്ലേ. അപ്പൊ നമ്മളിങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് കണ്ടു ഫ്രണ്ടിൽ ഒരു ബസ് കിടക്കുന്നത്. എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ മിററിലേക്ക് നോക്കി അതിനുള്ള ഗ്യാപ്പ് ആദ്യമേ ഉണ്ടാകുക. അല്ലാതെ നമ്മൾ നേരെ ചെന്നിട്ട് അതിന്റെ ഫ്രണ്ടിലേക്ക് ചെന്നിട്ട് എന്ത് ചെയ്യരുത്, നിർത്തരുത്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഇതിലൂടെ ഈ റൈറ്റ് സൈഡിൽ കൂടെ ഒരു വണ്ടി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കും, നമുക്ക് ആ പേടികൾ തോന്നുന്നു. അവിടെ കിടക്കുന്ന വണ്ടികൾ കാണുമ്പോൾ നിർത്തിയിട്ട് എടുക്കുമ്പോൾ പ്രയാസമായിട്ട് തോന്നുന്നത്. എന്നിട്ട് വീണ്ടും ആ വണ്ടി ഓവർടേക്ക് വീണ്ടും ചെയ്യാം, നമ്മുടെ ഭാഗത്തേക്ക് തന്നെ വണ്ടിയെ കൊണ്ടുവരിക. കണ്ടില്ലേ. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് അവിടെ ചെന്നൊരു യൂട്ടേൺ ആണ് എടുക്കേണ്ടത്. എന്ത് ചെയ്യണം, നമ്മളിപ്പോ ഈ ഒരു ഭാഗത്ത് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പോയി ബാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അല്ലാതെ ബാക്കിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ ഒരു കാരണവശാലും നമ്മൾ യൂട്ടേൺ എടുക്കാൻ ശ്രമിക്കരുത്. നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്ന് ഇങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് സമാധാനപരമായിട്ട് വണ്ടി എടുക്കുകയും ചെയ്യാം. ബാക്കിലുള്ള വണ്ടികൾ ബ്ലോക്ക് ആകത്തും ഇല്ല. ഇപ്പൊ എന്റെ ബാക്കിലെല്ലാം വണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ
നിർത്തി കൊടുത്തത്. ഞാൻ എന്നിട്ട് നിർത്തിയ വണ്ടി എടുക്കുമ്പോൾ ഫസ്റ്റ് ഗിയർ തന്നെ ഇട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാഹനം ഈ മിററിൽ നോക്കി നമുക്ക് ഇൻഡിക്കേറ്റർ കൊടുത്ത് വണ്ടി ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് പതിയെ വേണ്ട. ഇപ്പൊ വാഹനം ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എന്റെ റൈറ്റ് സൈഡിലേക്ക് ഞാൻ ആ വാഹനത്തെ ആക്കി കേട്ടാ. കാരണം നമുക്ക് ഇവിടുന്ന് യൂട്ടേൺ ആണ് എടുക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ വന്നു കേട്ടോ, ഈ ഭാഗത്തേക്ക് തന്നെ നമുക്ക് തിരിഞ്ഞ് കയറി വരുന്ന നമ്മൾ ഗിയർ ഒന്നും മാറാൻ ശ്രമിക്കുക ചെയ്യരുത് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോകേണ്ടത് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് തിരിച്ച് ഇല്ലേ ആ ഷോൾഡർ അടിച്ച് അങ്ങോട്ട് കാണുന്നൊക്കെ പോലെ ആ വഴി വരുന്ന വണ്ടി കാണത്തക്ക പോലെ കേട്ടോ നമ്മൾ നിർത്തി കൊടുക്കുക. അതിന് നമ്മളിപ്പോ ഈ ഫ്രണ്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ റോഡിലോട്ട് ഒരുപാട് കയറിയതായിട്ട് തോന്നും കേട്ടോ. നമുക്ക് ആ ഷോൾഡർ അടിച്ചവിടെ കാണത്തക്ക പോലെ എന്നിട്ട് വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുത്തി കണ്ടില്ലേ. അവിടെ നിന്ന് വണ്ടി ഇല്ലാത്തതിനനുസരിച്ച് ഈ ഭാഗത്തോടെ വണ്ടി വരാത്തതുകൊണ്ട് ഈ ഭാഗത്തോട് ഇങ്ങനെ കുറച്ചെടുത്തു. എന്നിട്ട് നമുക്ക് പോകേണ്ടത് ആ സൈഡിലേക്കാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്തു ഈ ഒരു ഭാഗത്തേക്ക് നോക്കി വണ്ടിയുടെ ഫ്രണ്ട് ഇങ്ങനെ ഒടിഞ്ഞു കയറി വന്നപ്പോൾ കേട്ടോ നേരെ നോക്കിയാൽ മാത്രമേ ഇതിൽ വണ്ടി നമുക്ക് നേരെയാക്കാൻ കഴിയുള്ളൂ കേട്ടോ. ഞാൻ നേരെയാക്കി ഈ ഭാഗത്തേക്ക് തന്നെ വന്നു കേട്ടോ. അപ്പൊ നമ്മളൊരു സിറ്റിയിലോ ടൗണിലോ അല്ലെങ്കിൽ ഇതുപോലെ തിരക്കേറിയ സ്ഥലത്തോ ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെ മാത്രമേ എന്ത് ചെയ്യാവൂ വണ്ടി ഓടിക്കാം. കാരണം ഒരു സൈഡിൽ കൂടെ നമ്മൾ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ബൈക്ക് വരുമ്പോൾ രണ്ട് സൈഡിലെ വണ്ടികൾ കാണുമ്പോൾ നമുക്കൊരു പേടിയുണ്ടാകും. അപ്പൊ നമ്മളൊരു സൈഡ് തന്നെ ചേർത്ത് വന്നാൽ നമുക്ക് ഈ ഒരു ഭാഗം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഈ ഭാഗത്തോടെ അവർ കയറി പൊക്കോളും. അപ്പൊ ഇതുപോലെ ഒരു വണ്ടി കൊണ്ട് നിർത്തുന്ന സമയത്ത് നമുക്ക് ആദ്യമേ തുടക്കത്തിലൊക്കെ എന്ത് ചെയ്യണം, ആ ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടിയുടെ ടയർ കാണത്തില്ല. ആ ഒരു പരുവത്തിന് എന്ത് ചെയ്യാം നമ്മൾ വണ്ടി കൊണ്ട് നിർത്തുക. അല്ലാതെ നമ്മളിപ്പോ ഒരു നമ്പർ പ്ലേറ്റ് നോക്കിക്കൊണ്ട് നിർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടില്ല. ഇപ്പൊ ഈ വണ്ടിയുടെ തന്നെ മുകൾ ഭാഗത്താണ്, എല്ലാ വണ്ടിയുടെ ഈ മുകൾ ഭാഗത്തല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തില്ല നമുക്ക് പേടി തോന്നും. പലരും ഈ ബോഡിയിലേക്ക് നോക്കി വണ്ടി നിർത്തുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള പേടി. അപ്പൊ നമുക്ക് ടയർ കാണത്തില്ലേ ആ ഭാഗത്ത് എന്ത് ചെയ്യാം നമ്മുടെ വാഹനം നിർത്തുക. നല്ലൊരു സ്പേസ് ഫ്രണ്ടിൽ ഉണ്ടാകും. അപ്പൊ നമുക്ക് ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഈ മിററിൽ നോക്കി വേണേ റൈറ്റിലാക്കി വേണേ എടുക്കാം. പക്ഷെ എന്ത് ചെയ്യരുത്, നിങ്ങൾ തുടക്കക്കാരെ ഒരു കാരണവശാലും അങ്ങനെ ശ്രമിക്കരുത്. ഈ വാഹനം അനങ്ങുന്നതിനനുസരിച്ച് മാത്രം ഈ ഒരു ഭാഗത്തോട് തന്നെ എന്ത് ചെയ്യാം നിങ്ങൾ വാഹനം എടുത്ത് ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ വാഹനം അവിടെ നിർത്തിയേക്കുവാണെങ്കിലും നമുക്ക് മിററിൽ നോക്കിയിട്ട് നമുക്ക് റൈറ്റ് തിരിച്ചാലും കണ്ടില്ലേ. എനിക്ക് ബാക്കിലെ വണ്ടിയുടെ ഞാൻ അനുസരിച്ച് ഈ ഒരു സ്പേസ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ആ വാഹനമായിട്ട് കറക്റ്റായിട്ട് ഓവർടേക്ക് ചെയ്യാനും അല്ല ആ വണ്ടി എന്ത് ചെയ്യും ഇപ്പുറത്തേക്ക് എനിക്ക് വണ്ടിയെ കൊണ്ടുവരാനും സാധിച്ചു. അല്ല നമ്മൾ ആ ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തിരിച്ചോണ്ട് പോകാനുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അപ്പൊ നമുക്ക് ആ ഒരു ഗ്യാപ്പിൽ നിർത്തിക്കൊണ്ട് കഴിഞ്ഞാൽ ആ വണ്ടി അഥവാ നിർത്തുവാണെങ്കിൽ നമുക്ക് പേടി കൂടാതെ നമുക്ക് ആ വാഹനത്തെ മിററിൽ നോക്കി വണ്ടി റൈറ്റ് സൈഡിൽ ഇല്ലെന്ന് കാണുന്നതനുസരിച്ച് നമുക്ക് റൈറ്റിലേക്ക് തിരിച്ചിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അല്ലെങ്കിൽ ഇന്നൊരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാനത് തുടക്കക്കാർക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പൊ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിന്ന് ചോദിക്കാം. ഇത് എന്തൊരു യൂസ്ഫുൾ ആയി എന്നുള്ളതും ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ്. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.